നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിന് എന്റെ സമ്മതം ചേച്ചി എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ച് നല്ലൊരു ദിവസം നോക്കി വിവാഹ നിശ്ചയം നടത്തണം. എല്ലാവരുടെ ഉള്ളില് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ എല്ലാവരും സഹിക്കുന്നത് ഒപ്പമുള്ളവരെ വിഷമിക്കാതിരിക്കാനാ. ഇങ്ങനെ സ്നേഹമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ പോവാനാ രാജു? എന്താ സുകുമാര സാറി പറയുന്നേ? CMന് ടെൻഷനാണെന്ന്? അത് ഞാൻ വിശ്വസിക്കില്ല. ആകാശം ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പോവാണെന്ന് പറഞ്ഞാലും നമുക്കെങ്കിലേ ആകാശം പിടിച്ചു നിർത്താം. അതിനിപ്പോ ഞാൻ ആദ്യം ഇറങ്ങാൻ ഒരു കൈ നോക്കാന്ന് ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് സിമ്പിളായിട്ട് പറയും. പേടിയാണെന്നൊക്കെ വെറുതെ പറയുന്നില്ലേ? നമ്പറാ. സുകുമാരൻ സാർ എന്ത് മറുപടി പറയുന്നു അറിയാൻ പറഞ്ഞതായിരിക്കും. അവിടെ ഇലക്ഷൻ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ശരി ശരി. പ്രതാപ, നിന്റെ പിറന്നാൾ പ്രമാണിച്ച് നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും സമ്മാനമായി ക്യാഷും പർച്ചേസിംഗ് വൗച്ചറുകളും ഞാൻ ദീപകിനെ കൊണ്ട് കൊടുപ്പിച്ചിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി. പിന്നെ ഐഡിയ ദീപകിന്റെ ആയിരുന്നു കേട്ടോ. നന്നായി ചേച്ചി. പ്രതാപ, ഋതുമോൾക്കും രാജുവിനും സ്ഥിരമായിട്ട് ഇവിടെ നിന്നാ പോരെ? ഇത് ശരിയാണോ? രാജു രാവിലെ വരുമ്പോ ഋതികയെ കൂട്ടി ഇങ്ങോട്ട് വരും. വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോ തിരിച്ചു കൊണ്ടുപോകും. രാജുവിന് താല്പര്യമാണെങ്കിൽ അവരിവിടെ സ്ഥിരമായിട്ട് നിൽക്കട്ടെ. നിനക്ക് ഈ കാര്യം അവരോട് സംസാരിക്കാൻ മടിയാണെങ്കിലേ ഞാൻ സംസാരിക്കാം. ഏയ്, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമല്ലേ. നമ്മൾ അതിൽ ഇടപെടുന്നതും അഭിപ്രായം പറയുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുഡ് മോർണിംഗ് വർമ്മ സാറേ. ഗുഡ് മോർണിംഗ് രാജു. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ആ, ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയത്. ഋതുമോൾ ആകെ ക്ഷീണിച്ചു പോയി അല്ലേ പ്രതാപ? രാജുവിന്റെ വീട്ടിലെ ഫുഡൊന്നും ഋതുമോൾക്ക് പിടിക്കുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഋതുമോൾ ഒരു കാര്യം ചെയ്. എന്തായാലും ഋതുമോൾ എന്നും രാവിലെ ഇവിടേക്ക് വരുന്നതല്ലേ. ആഹാരമൊക്കെ ഇവിടുന്ന് കഴിച്ചാ മതി. അതാ അമ്മായിക്ക് സന്തോഷം. എന്റെ കുട്ടി ആകെ വാടിപ്പോയി അല്ലേ യാമിനി? എനിക്കങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ. ഞാനുണ്ടാക്കുന്ന ഫുഡിനേക്കാളും രാധമ്മ ഉണ്ടാക്കുന്ന ഫുഡാ മോൾക്ക് ഇഷ്ടം. പിന്നെ രാജുവിന്റെ വീട്ടില് ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അംബിക ചേച്ചിക്ക് ഋതുമോളോട് സ്നേഹ കൂടുതലായതുകൊണ്ട് തോന്നുന്നതാ അല്ലേ ഋതുമോളെ? അത് ശരിയാ ചെറിയമ്മ. എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. എണീറ്റപ്പോ ലേറ്റ് ആയി പോയി ചേച്ചി. ചായ കുടിച്ചേട്ടാ? നിങ്ങളോ? ഞങ്ങള് കോഫി കുടിച്ചിട്ടാ ഇറങ്ങിയത്. രാധമ്മ ഉണ്ടാക്കുന്ന കോഫി അതൊരു പ്രത്യേക രുചിയും കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയാ. യാമിനി, ചായ ആക്കണ്ട, നീ ഒരു കോഫി എടുത്തേ. ചേച്ചി, സരസ്വതി ചേച്ചിയല്ലേ ഇത്? ആ അതെ. സരസ്വതി ചേച്ചിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ആ
ചോദ്യം ഞാൻ ശരിക്കും അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് പ്രതാപ. ഇലക്ഷനായിട്ട് ഒരു വോട്ട് ചോദിക്കാൻ പോലും തന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങോട്ടേക്ക് ഇറങ്ങാറാവുന്നേ ഉള്ളൂ ചേച്ചി. ചേച്ചി ഇരിക്കെ. ഇരിക്കെ. അംബികെ, സുഖമല്ലേ നിനക്ക്? ആ സുഖാണ്. കുട്ടികളൊക്കെ അങ്ങ് വളർന്നുപോയി. അംബികയുടെ മകൻ ചെറുപ്പത്തിൽ എന്ത് കുസൃതിയായിരുന്നു. നിന്റെ കുരുത്തക്കേടൊക്കെ മാറിയോടെ ചെറുക്ക. അങ്ങനെ മുഴുവനായി മാറിയെന്ന് പറയാറായിട്ടില്ല. മാറാൻ തരവില്ലെന്നറിയാം. നിന്റെ മകൾ എവിടെയാ? അവള് സ്കൂളിൽ പോയി. ഇന്ന് എക്സാമാ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ യാമിനി? അതെ ചേച്ചി. ഋതുമോളെ ഞാൻ കണ്ടിരുന്നു ക്ഷേത്രത്തിൽ വെച്ച്. പ്രതാപ, എന്ത് സുന്ദരിയാ ഇവള്. എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ എന്തോ ഒരു മുൻപരിചയം തോന്നി. പിന്നീട് സംസാരിച്ചപ്പോ അല്ലേ ആളെ മനസ്സിലായത്. യാമിനി, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. വേണ്ട, ഉപവാസമുണ്ട്. ഇത് തന്റെ പിയ ചെറുക്കനല്ലേ? ആ അതെ. കോവിലകത്ത് എല്ലാവർക്കും സുഖമല്ലേ? ഏട്ടനും ഉണ്ണിയൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാരും സുഖായിരിക്കുന്നു. ഏട്ടന്റെ കാര്യം അറിയാലോ. ഇപ്പൊ കാർഷിക വികസന ബാങ്കിന്റെ ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല. പിന്നെ ഉണ്ണിയുടെ കാര്യം എന്താ ഞാൻ പറയുക? എന്താ ചേച്ചി, എന്താ ഒരു വിഷമം? പറയുമ്പോ പേര് കേട്ട തറവാട്ടുകാരൊക്കെയാ. കണ്ണെത്താ ദൂരത്തോളം കൃഷി, വരുമാനം, ഇട്ടുമൂടാനുള്ള സ്വത്ത്, ഏക മകൻ. വിദേശത്ത് അവൻ ജോലി ചെയ്യുന്ന IT കമ്പനി നല്ല പുരോഗമനത്തിലാ. പക്ഷേ ഇതുവരെ വിവാഹം ഒന്നും അവന് തരവായിട്ടില്ല. നമ്മുടെ പേരിനും പെരുമയ്ക്കും ചേർന്ന ഒരു തറവാട്ടിൽ നിന്ന് തന്നെ ഉണ്ണിക്കൊരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നായിരുന്നു എനിക്ക് ഏട്ടനും. പക്ഷേ കണ്ട പെൺകുട്ടികളെയൊന്നും അവന് പിടിച്ചില്ല. തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ആഗ്രഹം തന്നോട് ചോദിച്ചോട്ടെ? ചോദിക്കേച്ചി, എന്താ കാര്യം? എന്റെ മകന്റെ സങ്കല്പത്തിലുള്ള ആ പെൺകുട്ടിയെ ഞാൻ കണ്ടടോ. കുറച്ചു നേരമേ സംസാരിച്ചുള്ളൂ എങ്കിലും എനിക്ക് കുട്ടിയെ നന്നായി ബോധിച്ചു. ഉണ്ണിക്ക് സമ്മതമാ. തന്റെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിവാഹം ആഘോഷമായിട്ട് നടത്താം. ചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നേ? ഉണ്ണിയുടെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ ചേച്ചി കണ്ടെത്തിയത് സന്തോഷമുള്ള കാര്യമല്ലേ? അതിന് എന്റെ സമ്മതം ചേച്ചി എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ചു നല്ലൊരു ദിവസം നോക്കി വിവാഹ നിശ്ചയം നടത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.